അതെ, നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടല്ലോ. നല്ല വറുത്തരച്ച കോഴിക്കറിയും നല്ല തേങ്ങാപ്പാലിൽ കുറുക്കിയെടുത്ത പിടിയുമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പൊ നമുക്ക് ചടപടേന്ന് തുടങ്ങിയാലോ. വറുത്തരച്ച കോഴിക്കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഡ്രൈ റോസ്റ്റ് ചെയ്യലാണ് കേട്ടോ ആദ്യത്തെ ചടങ്ങ്. അപ്പോ ഞാനിവിടെ നല്ല മൂത്ത തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3-4 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-4 ഏലക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരപ്പിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ജാതിപത്രിയും ചേർത്ത് നന്നായിട്ട് തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് നന്നായിട്ട് ഇളക്കി തേങ്ങ ഏതാണ്ട് തീയൊരു പാകമാകുമ്പോൾ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോൾ ഡ്രൈ ആയി പോവാതിരിക്കാനാണ് കേട്ടോ ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തത്. ഇപ്പൊ നമ്മുടെ തേങ്ങ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഈ പൊടികളെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നമ്മുടെ തേങ്ങ നല്ല ഡ്രൈ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും ഇതേ കളറിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. എന്നാലാണ് നമ്മുടെ വറുത്തരച്ച കോഴിക്കറിക്ക് നല്ലൊരു വറുത്തരപ്പിന്റെ ഒരു കളർ കിട്ടുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ദാ നോക്കിയേ, ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത അരപ്പിന്റെ പാകം ഇതാണ് കേട്ടോ. ഇതേ കളറിൽ തന്നെ കിട്ടിയാൽ കറിക്കും നല്ലൊരു ഇതേ കളർ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കോഴിക്കറി തയ്യാറാക്കാനായി ഒരു ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടി തുടങ്ങിയപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഒരു 10 ചുള ചുവന്നുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞതും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4-5 പച്ചമുളക് ചീന്തിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ്, സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ധാരാളം കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ വേവാൻ ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വറുത്തരപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ നമ്മുടെ ചിക്കൻ മുക്കാ വേവായി വന്നിട്ടുണ്ട്. ഈ സമയം വറുത്തരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് ഈ മിക്സിയുടെ ജാർ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് അതിന്റെ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തുറന്ന് വെച്ച് ബാക്കി വേവ് വറ്റിച്ചെടുക്കണം. നല്ലപോലെ വറ്റി വരണം നമ്മുടെ ചിക്കൻ വറുത്തരപ്പ്. വറ്റി വരുമ്പോഴാണ് നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരുന്നത്. തുറന്ന് വെച്ച് ഗ്രേവി നന്നായി വറ്റിച്ച് കുറുക്കി എടുക്കുമ്പോൾ ബാക്കിയുള്ള 1/4 ഭാഗം വേവ് ഇതിൽ തന്നെ കിടന്ന് വെന്തോളും. ഇതാ നോക്കിയേ, നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി നല്ലപോലെ വറ്റി വന്ന് നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇതിന് നല്ലൊരു ഉഗ്രൻ കോമ്പിനേഷൻ വേണ്ടേ. അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച പിടി തയ്യാറാക്കിയാലോ. അപ്പൊ അത് തയ്യാറാക്കാനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 4-5 ചുവന്നുള്ളി ചതച്ചതും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചതും ചേർത്ത് മിക്സിയിൽ ഒന്ന് പതിയെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അപ്പം ഇടിയപ്പ പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാനിവിടെ പൊടി കുഴച്ചെടുക്കുന്നത്. ഇടിയപ്പത്തിന്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ പൊടി കുഴച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ നോക്കി നോക്കി കുഴച്ചിട്ടെടുത്താൽ മതിയാകും. ഇതിന്റെ ചൂട് അല്പം മാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായി തിരുമ്മി കൂട്ടി കുഴച്ചിട്ടെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൊടി നല്ലപോലെ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബോൾസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പിടിയുടെ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ എൻ്റെ കൈ കൊണ്ട് നല്ലപോലെ ഉരുട്ടിയെടുത്ത് പിടിയുടെ ഷേപ്പിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. കാരണം എൻ്റെ ഓർമ്മയിൽ എൻ്റെ അമ്മ പിടി തയ്യാറാക്കി തരുന്നത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഷേപ്പ് എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിയയും കൂടിയാണ്.
അതുകൊണ്ട് ഞാൻ ഈ ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ പിടി ഇവിടെ എല്ലാം നല്ലപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലാണ്, കട്ടി കുറഞ്ഞ 3-ാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് തിള വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പിടിയും ഇതിലേക്ക് ഉടഞ്ഞു പോവാതെ മെല്ലെ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കണം. തേങ്ങാപ്പാലിൽ തന്നെ പിടി വേവിച്ചിട്ടെടുക്കണം എന്നൊന്നുമില്ല. പച്ചവെള്ളത്തിലാണെങ്കിലും നിങ്ങൾക്ക് വേവിച്ചിട്ടെടുക്കാം. തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി രുചിയും സ്വാദും കൂടും. പിടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം പിടികളൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് അടർത്തി കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങയുടെ കട്ടിയുള്ള 1-ാം പാല് ചേർത്ത് കൊടുത്ത് ഇനി ഒട്ടും തിള വരരുത്. ഇനി മെല്ലെ തിള വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നോക്കിയേ, ദാ നമ്മുടെ കട്ടിയുള്ള കുറുകിയ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വറുത്തരച്ച കോഴിക്കറിയുമായിട്ട് സർവ് ചെയ്ത് ഞാൻ ദാ ഒരു പിടി പിടിക്കാൻ പോവാണ്. തേങ്ങാപ്പാലില് വേവിച്ച് വറ്റിച്ച് കുറുക്കിയെടുത്ത പിടിയാണ്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ അതിനൊരു ഉഗ്രൻ കിടിലൻ കോമ്പിനേഷൻ വറുത്തരച്ച കോഴിക്കറി. ഇത് ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.